റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. സോ നമുക്കറിയാം, നമ്മളിപ്പം ഈ പടത്തിലൊക്കെ കാണുന്നത് പോലെ ഒരു ഗ്ലാസ്സിൽ ഒരു സ്ട്രോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് വ്യൂ ചെയ്യാം. വ്യൂ ചെയ്യുമ്പം ഈ സ്ട്രോ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ ഈ സ്ട്രോയിന്റെ ഈ വെള്ളത്തിന്റെ സൈഡിൽ ഒരു ചെറിയ ബെൻഡ് പോലെ ഫീൽ ചെയ്യാം. പക്ഷെ അതേസമയം നമ്മൾ ആ സ്ട്രോയിലൂടെ നമ്മളിങ്ങനെ നേരെ വന്നിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബെൻഡ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ശരിക്കും അവിടെ എന്തോ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ എന്തോ ഒരു പ്രതിഭാസം അവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ പ്രതിഭാസമായ റിഫ്രാക്ഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ കാണുന്നു, അപ്പൊ നമ്മുടെ ഇതിൽ നിന്നാണ് ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മൾ കണ്ണിലൂടെ കാണുക എന്ന് പറഞ്ഞാൽ ശരിക്കും ലൈറ്റ് ട്രാവൽ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ ലൈറ്റ് ട്രാവൽ ചെയ്ത വഴിക്ക് അവിടെ എന്തോ ആ ലൈറ്റിന് ബെൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആ സ്ട്രോ ബെൻഡ് ആയതാണോ? അല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ പ്രതിഭാസമായ റിഫ്രാക്ഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ വെള്ളത്തിന്റെ സർഫസിനെയാണ് ഞാൻ ഈ വൈറ്റ് ലൈൻ കൊണ്ട് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ആ ഗ്ലാസ്സിലുള്ള വെള്ളത്തിന്റെ സർഫസ്. ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു നോർമൽ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാണുന്ന ലൈറ്റ് റേ ഇങ്ങനെ വരികയാണ്. അപ്പൊ നിങ്ങൾ ഈ ഗ്ലാസ് നോക്കിയേ, ഗ്ലാസിന്റെ ഈ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ വായുവാണ്, എയർ ആണ്. ഇതിന്റെ അകത്തോട്ട് വെള്ളവുമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചത്, മേളിൽ എയർ, താഴെ വെള്ളം. അങ്ങനെ ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്നു. ആ ലൈറ്റിന് എന്ത് സംഭവിച്ചു? ചെറിയ രീതിയിൽ ഒരു ബെൻഡിങ് സംഭവിച്ചു അല്ലെ? അതേസമയം നമ്മൾ നേരെയാണ് നോക്കുന്നതെങ്കിൽ കണ്ടോ, ഇതുപോലെ ഇരിക്കും. നമ്മൾ ആ ഗ്ലാസ്സിന് തൊട്ട് മേലെ നിന്നാണ് ഇത് നോക്കുന്നതെങ്കിൽ ഈ കാണുന്നത് പോലെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം നോർമലി നോക്കുമ്പം, അതായത് ഈ നോർമലിലൂടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ ലൈറ്റിന് ബെൻഡിങ് ഒന്നും സംഭവിക്കുന്നില്ല. അതേസമയം ഒരു ചരിവിൽ, ഒരു ആംഗിളിൽ ഞാൻ നോക്കുമ്പോൾ അതിനെ ഒബ്ലിക്ലി എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താ പറയാ? ഒബ്ലിക്ലി. അപ്പൊ അങ്ങനെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ അവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ചരിവും കാണുന്നുണ്ടെങ്കിൽ ആ ഡീവിയേഷനെയാണ് നമ്മൾ ശരിക്കും റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ചും അതിന്റെ ആപ്ലിക്കേഷൻസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ പഠിക്കുക. അപ്പൊ നമുക്ക് വെറുതെ ഒരു സെന്റൻസ് വായിച്ചു നോക്കാം. ഇവിടെ നോക്കിയേ, എ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. കണ്ടോ, എയറും വാട്ടറും രണ്ട് മീഡിയമാണ്. എയർ എന്ന് പറഞ്ഞാലും വാട്ടർ എന്ന് പറഞ്ഞാലും രണ്ട് മീഡിയമാണ്. അതിന്റെ ഇടയിലുള്ള ആളെയാണ് സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി, ഒബ്ലിക്ലി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആംഗിളിൽ വന്ന് വീഴുന്നു ലൈറ്റ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒബ്ലിക്ലി അല്ലാതെ നോർമലി ആണ് വരുന്നതെങ്കിൽ അവിടെ ഡീവിയേഷൻ ഉണ്ടാകുമോ എന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും? there will be no deviation when it enters normally. നോർമലി എൻ്റർ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? ഡീവിയേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? വെള്ളത്തിൽ നിന്ന്, അതേസമയം വെള്ളത്തിൽ നിന്ന് വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് പോയപ്പോഴാണ് ശരിക്കും ഈ ഡീവിയേഷൻ ഉണ്ടായത്. പക്ഷേ നമ്മളിപ്പോ എയറിലൊക്കെ ലൈറ്റ് കാണുന്നതാണ്, അവിടെ ഒന്നും അങ്ങനത്തെ ബെൻഡിങ് ഒന്നും നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പല മീഡിയത്തിലും ലൈറ്റിന്റെ സ്പീഡ് ഡിഫറൻ്റ് ആണ്. ഇപ്പൊ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് മീഡിയം ഇല്ലാത്ത വാക്യത്തിലൂടെയാണ്. അവിടെ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അത്രയും സ്പീഡിലാണ് ഈ ലൈറ്റ് വരുന്നത്. അതേസമയം അത് നമ്മുടെ ഭൂമിയിലേക്ക് എത്തി ഈ വെള്ളത്തിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ ലൈറ്റിന്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറവ് സംഭവിക്കാം. അപ്പൊ ഈ ലൈറ്റിന്റെ സ്പീഡാണ് ശരിക്കും സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറൻറ്റ് ഫോർ ഡിഫറൻറ്റ് മീഡിയം. അങ്ങനെ സ്പീഡിൽ ഉണ്ടാവുന്ന കുറവാണ് ശരിക്കും അവിടെ നമുക്ക് ആ പെട്ടെന്നൊരു ബെൻഡിങ് പോലെ, ആ ബെൻഡിങ് എഫക്റ്റിന് ഏറ്റവും കാരണമാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു മീഡിയത്തിന് ഒരു ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരു മീഡിയത്തിന് ഒരു ലൈറ്റിന്റെ സ്പീഡിനെ എഫക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാനോ കൂട്ടാനോ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പൊ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് കുറയും, ഗ്ലാസ്സിലേക്കാകുമ്പോൾ കുറച്ചും കൂടെ കുറയും. കാരണം അത് കുറച്ചുകൂടെ ക്ലോസ്ലി പാക്ഡ് മോളിക്യൂൾസ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്പീഡിന് എന്ത് ചെയ്യാം? വേരിയേഷൻ വരാം. അപ്പൊ ഒരു മീഡിയത്തിന് ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ആളെ അല്ലെങ്കിൽ ആ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും. എന്ത് ഡെൻസിറ്റിയാണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും. ഒരു മീഡിയത്തിന് ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിനോമിനനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കും അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും. കണ്ടോ? അപ്പൊ ഡെൻസിറ്റിക്ക് അനുസരിച്ചാണ് ലൈറ്റ് ബെൻഡ് ചെയ്യുമോ ഇല്ലയോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? പറയാൻ സാധിക്കുക. കണ്ടോ? ഇത് കണ്ടോ? ഇപ്പൊ എയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈറ്റിന്റെ കോമൺ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഹൈ സ്പീഡാണ്. വെള്ളത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എക്സ്പെരിമെന്റലി കാൽക്കുലേറ്റ് ചെയ്ത ഫീൽഡ് സ്പീഡ് നോക്കിയേ 2.25 മാത്രമേ ഉള്ളൂ, × 10⁸ ആണ്. അതേസമയം ഗ്ലാസ്സിലേക്കാണെങ്കിലോ 2 × 10⁸. ഡയമണ്ട് ആണെങ്കിൽ 1.25. ഇതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് വാല്യൂസ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പക്ഷെ ഇങ്ങനെയാണ് സ്പീഡ്. കണ്ടോ? നിങ്ങൾ ഇവിടെ നോക്കിയേ, എയറിൽ നിന്നും താഴെ ഡയമണ്ടിലേക്ക് പോകും തോറും സ്പീഡിന് എന്താ സംഭവിക്കുക? സ്പീഡിന് കുറവാണ് സംഭവിക്കുക.
അപ്പൊ അങ്ങനെ പെട്ടെന്നുള്ള ട്രാൻസിഷൻസിലൊക്കെ ലൈറ്റിന് എന്ത് സംഭവിക്കാം? ബെൻഡിങ് സംഭവിക്കാം. ആ ഫിനോമിനനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് മീഡിയത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ ബെൻഡിങ് ഫിനോമിനനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, എയർ ഒരു മീഡിയം, വാട്ടർ ഒരു മീഡിയം, ലൈറ്റ് വരുന്നു, ബെൻഡ് ചെയ്യുന്നു. അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കിയാൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. വായിച്ചു നോക്കിയേ. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി, ഒബ്ലിക്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആംഗിളിൽ, ഫ്രം വൺ മീഡിയം ടു അനദർ ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. അപ്പൊ ഇവിടെ കണ്ടോ, ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക്, അവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഡിഫറെന്റ് ഡെൻസിറ്റീസ് ഉള്ള മീഡിയം ആയിരിക്കണം. കണ്ട, എയറും വാട്ടറും ആയിരിക്കണം, എയറും ഗ്ലാസും ആകാം, ഡയമണ്ടും എയറും ആകാം, അങ്ങനെ ഡിഫറെന്റ് മീഡിയം ആയിരിക്കണം എന്നുള്ളത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് ദ മീഡിയംസ്. ദിസ് ഫിനോമിനൻ ഈസ് റിഫ്രാക്ഷൻ. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കും, അതായത് ഇങ്ങനെ ഒരു പടം തരും, എന്നിട്ട് ഇവിടെ എയർ എന്നും തരും, ഇവിടെ എയർ എന്നും തരും, ഒരു ലൈറ്റ് ഇങ്ങനെ പോവുകയാണ്, എന്നിട്ട് ബാക്കി വരച്ച് കാണിക്കാൻ പറയും. അപ്പൊ ബാക്കി വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യമേ നോർമൽ വരയ്ക്കണം, പെർപെൻഡിക്കുലർ വരച്ചിട്ട് വരയ്ക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ എയർ ആണ്, ഇവിടെയും എയർ ആണ്. ഡീവിയേഷൻ ഉണ്ടാവുമോ? ഇല്ല, കാരണം ഡിഫറെന്റ് മീഡിയം, ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കത്തുള്ളൂ? ഡീവിയേഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇവിടെ എന്താ ശരിക്കും? ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് വന്നു, ഇവിടെ അതേ ഡയറക്ഷനിൽ തന്നെ ലൈറ്റ് പോകും. ദർ ഇസ് നോ ഡീവിയേഷൻ. അപ്പൊ അത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ, അത് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് വരച്ച് കാണിക്കുക. ഇത് നമ്മുടെ സർഫസ്, മീഡിയം 1, മീഡിയം 2. സർഫസിന് പാരലായിട്ട് നമ്മൾ നോർമൽ വരയ്ക്കും. അപ്പൊ നമ്മൾ ആദ്യമേ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന റേനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്നാണ് പറയുക. വന്ന് വീഴുന്ന റേനെ ഇൻസിഡന്റ് റേ എന്ന് പറയും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇൻസിഡന്റ് റേയും ഈ നോർമലും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി നമ്മൾ പറഞ്ഞു ഡീവിയേഷൻ സംഭവിച്ചു. അങ്ങനെ ഡീവിയേഷൻ സംഭവിച്ച റേനെ നമ്മൾ, അതായത് റിഫ്രാക്റ്റഡ് റേ എന്നാണ് പറയുക. ഈ റിഫ്രാക്റ്റഡ് റേയും ഈ നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു പടം വരച്ചിട്ട് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ പറയും. ഇങ്ങനെയുള്ള കുഞ്ഞു ടേമുകളെല്ലാം ശ്രദ്ധിച്ചു വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അടുത്തടുത്ത ടോപ്പിക്സിലേക്ക് പോകാൻ.